നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഖത്തറിലും കിട്ടുമോ? നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിമാനം കയറിയ പല കൂട്ടുകാരും എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുമെന്ന് തന്നെയാണെങ്കിലും കിട്ടാത്ത ചില സാധനങ്ങളും ഉണ്ട്. ഞങ്ങളിന്ന് അൽ മിഷാഫിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റാണ് ഉള്ളത്. നാട്ടിലെ പോലെ തന്നെ ചില സാധനങ്ങൾക്ക് പല കടയിലും പല വിലയാട്ടോ ഇവിടെയുള്ള. നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ചുരുക്കം ചില സാധനങ്ങളുടെ വില വരെ പട്ടിക ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊരു ദിവസം തുടങ്ങുന്നത് കടുപ്പത്തിലൊരു കട്ടൻ കാപ്പി കുടിച്ചിട്ടാണോ? എന്നാൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ഏറെ കാപ്പിപ്പൊടി കരുതാൻ മറക്കണ്ട കേട്ടോ. ഇവിടെ ഈ കണ്ടതെല്ലാം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡേഴ്സാണേ. ബാക്കി നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് വേണ്ടുന്ന ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. നിറബറ, ഈസ്റ്റേൺ, അജ്മി തുടങ്ങിയ മലയാളികളുടെ ഫേവറേറ്റ് ബ്രാൻഡുകളിലൊപ്പം തന്നെ ലുലുവിൻ്റെ തന്നെ പ്രൊഡക്ട്സും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഐറ്റത്തിന് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്തെന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. ചിപ്സ്, അച്ചപ്പം, മിക്സ്ചർ, പക്കാവട, കടലമിഠായി, എള്ളുണ്ട തുടങ്ങി വെട്ട് കേക്ക് വരെ ഇവിടെ റെഡിയാണ്. പക്ഷേ എൻ്റെ ഫേവറേറ്റ്സിലൊന്നായിട്ടുള്ള കുഴലപ്പം ഞാൻ അങ്ങനെ ഇവിടെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. മഞ്ഞ ജിലേബി, ചുവന്ന ജിലേബി, സോനപ്പപ്പടി, ഹൽവ തുടങ്ങി ലുലു ഫ്രഷിന് മധുരപലഹാരം നിര വേറെ തന്നെ ഉണ്ടേ. നാട്ടിൽ അത്ര ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. പിന്നെ നാട് മിസ് ചെയ്യുമ്പോൾ ഒരു കൊതിക്ക് മേടിച്ച് കഴിക്കാമെന്ന് മാത്രം. ഇനിയിപ്പോൾ ബീഫും ചിക്കനൊന്നും ഇല്ലാതെ മലയാളിക്ക് എന്താ ആഘോഷം? പക്ഷെ ഫ്രഷ് മീറ്റിനേക്കാൾ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് ഫ്രോസൺ ആയതുകൊണ്ട് നമ്മൾ അതാണ് കേട്ടോ കൂടുതലും മേടിക്കാറ്. ഇനിയിപ്പോൾ ബീഫിൻ്റെ കൂടെ പിടിക്കാൻ കപ്പയോ ചക്കയോ ഒക്കെ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ഫ്രോസൺ ആണെന്ന് മാത്രം. ഇനി ഏതെങ്കിലും സാധനങ്ങളുടെ വിലയോ അവൈലബിലിറ്റി ഒക്കെ അറിയാൻ കൂട്ടുകാർക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.